വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു മുന്നണിയല്ല LDF എന്നത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട് പൊതുവെ അംഗീകരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് 2021 കേരളത്തിൽ നിലവിലുള്ള ചരിത്രം തിരുത്തി LDFന് തുടർഭരണം കേരളം സമ്മാനിച്ചു. നമ്മുടെ നാടിന്റെ പൊതുവായ സാഹചര്യം പരിശോധിച്ചാൽ ഇക്കാര്യം കൂടുതൽ വ്യക്തമാകുന്നതാണ്. 2016 എന്ന് പറയുന്നത് വലിയ പഴക്കമുള്ള കാലമല്ല. 9 വർഷം മുൻപ് എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? ഇപ്പോ എങ്ങനെ മാറി? ഇത് നമ്മുടെ നാടിന്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇതിനിടയിൽ ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ ദുരന്തങ്ങളിൽ നമ്മുടെ നാട് തകർന്നടിഞ്ഞു പോകുമെന്ന് ആശങ്ക ഉയർന്നിരുന്നു. അത്തരം ഘട്ടത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സംസ്ഥാനത്തെ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കേണ്ടത്. നമുക്ക് ആ സഹായം നിർഭാഗ്യവശാൽ ലഭിച്ചില്ല. ഇന്ത്യയിലെ പ്രകൃതിദുരന്തം നടന്ന് വലിയ ദുരന്തം നേരിട്ട് ഒരു സഹായവും ലഭിക്കാത്ത ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ, അത് കേരളമാണ്. മറ്റെല്ലാവർക്കും സഹായം ലഭിച്ചിട്ടുണ്ട്. വാർത്തകളിലൂടെ നാമും മനസ്സിലാക്കിയ കാര്യമാണ്. ഇവിടെ നമ്മുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കി കേരളത്തെ സഹായിക്കാൻ ചില രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. ഇതും കേരളത്തിനുണ്ടായ ദുരനുഭവമാണ്. ഇന്നത്തെ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ ഉണ്ടായ ദുരന്തം, ആ ദുരന്തം രാജ്യത്തിൻ്റെയും രാജ്യത്തിന് പുറത്തു നിന്നുമുള്ള സഹായം സ്വീകരിച്ചുകൊണ്ടാണ് പിന്നീട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. അതിന് നേതൃത്വം കൊടുത്തയാളാണ് അന്ന് മുഖ്യമന്ത്രി എന്ന നിലക്ക് നരേന്ദ്രമോദി. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ സമാനമായ ദുരന്തം കൂടുതൽ ശക്തമായി നേരിടേണ്ടി വന്ന കേരളത്തിന് സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടാണ് എടുത്തത്. ഇത് അനുഭവിച്ച നമ്മൾ ഇപ്പോൾ കാണുകയാണ്, മഹാരാഷ്ട്രയില് അവിടെ ഈ പറയുന്ന ദുരന്തത്തിന്റെ ഭാഗമായി സഹായം ഏറ്റുവാങ്ങാൻ അനുമതി കൊടുക്കുന്നുവെന്ന് നമ്മുടെ സ്ഥാനാർത്ഥി വരുന്നുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞതിന് ശേഷം സംസാരിക്കും. മഹാരാഷ്ട്രക്കാകാം, കേരളത്തിന് പാടില്ല. ഈ
വിവേചനപരമായ നിലപാട് കേന്ദ്ര ഗവൺമെന്റ് തുടരുകയാണ് കേരളത്തോട്. അതുമാത്രമല്ല, നാടിന്റെ സാമ്പത്തിക രംഗത്തെ തകർക്കാനുള്ള വലിയ നീക്കങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എങ്ങനെ ശ്വാസം മുട്ടിക്കാൻ കഴിയും, സാമ്പത്തികമായി ഞെരുക്കാൻ കഴിയും, അതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായ നീക്കങ്ങൾ. സാധാരണഗതിയിൽ നമുക്ക് അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുന്നു. നമ്മുടെ വായ്പയെടുക്കാനുള്ള പരിധി ഏകപക്ഷീയമായി വെട്ടിക്കുറക്കുന്നു. കേന്ദ്രവും സംസ്ഥാനവും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ കേന്ദ്രവിഹിതവും ആദ്യം സംസ്ഥാനം ചെലവിടുന്നുണ്ട്. ആ പണം നൽകുന്നതിന് വലിയ താമസമുണ്ടാക്കും. എല്ലാ രീതിയിലും കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം, കേരളത്തെ തകർക്കാനുള്ള ശ്രമം നടന്നപ്പോ അതിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ നമ്മുടെ UDF തയ്യാറായില്ല. കോൺഗ്രസിന്റെ UDFന്റെ MP-മാര് കഴിഞ്ഞ മഹാപ്രളയ ഘട്ടത്തിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് സമീപനങ്ങളെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. കേരളത്തെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇവിടെ സഹായം ലഭിക്കരുത് എന്ന വികാരത്തോടെയാണ് കാര്യങ്ങൾ നീക്കിയത്. അപ്പോ ഇത്തരത്തിലുള്ള ഒട്ടേറെ ദുരന്തങ്ങൾ, ഏറ്റവും ഒടുവിലുള്ള മുണ്ടക്കൈ ചൂരൽമല ദുരന്തമടക്കമാണ് ഞാൻ പറയുന്നത്, ഒരിടത്തും കേരളത്തിന് സഹായം ലഭ്യമായില്ല. പക്ഷേ അതുകൊണ്ട് നമ്മുടെ നാട് ആശങ്കപ്പെട്ട രീതിയിൽ തകർന്നു പോവുകയല്ല ചെയ്തത്. നല്ല രീതിയിൽ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു. രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് ആ അതിജീവനം നോക്കിക്കണ്ടത്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു അതിജീവനം സാധ്യമായത് എന്ന് അവരെല്ലാം ആശ്ചര്യത്തോടെ ചോദിച്ചു. നമുക്കതില് സാധാരണ നിലയിൽ ആശ്ചര്യമില്ല. കാരണം നമ്മുടെ നാടും ജനങ്ങളും ഐക്യത്തോടെയും ഒരുമയോടെയും പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് ഈ നില നമുക്ക് നേടാൻ കഴിഞ്ഞത്. ഏത് അസാധ്യമായ കാര്യവും സാധ്യമാക്കാൻ ഇതിലൂടെ നാടിന്റെ ജനങ്ങളുടെ ഒരുമയുടെയും ഐക്യത്തിന്റെയും ഭാഗമായി കഴിയുന്നു എന്നതാണ് നാം കാണേണ്ടത്. നമ്മുടെ കേരളത്തിൽ നടക്കില്ല എന്ന് കണക്കാക്കിയ ഒട്ടേറെ കാര്യങ്ങൾ 2016 എല്ലാ മേഖലയിലും നമ്മുടെ നാട് പിറകിലായിരുന്നു. ഇപ്പോ നടക്കില്ല, എന്റെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെയും കാണാൻ നമുക്ക് കഴിയില്ല. കാരണം അനുഭവത്തിലൂടെ ഇവിടെ പലതും നടക്കും എന്ന ബോധ്യം പൊതുവിൽ നാട്ടിലുണ്ടായിരിക്കുന്നു. നമുക്കറിയാം നാഷണൽ ഹൈവേയുടെ സ്ഥിതി, നമുക്കറിയാം ഗെയിൽ പൈപ്പ് ലൈനിന്റെ അവസ്ഥ, നമുക്കറിയാം എടമൺ കൊച്ചി പവർ ഹൈവേയുടെ നില. ഇതുപോലുള്ള അനേകം കാര്യങ്ങൾ കേരളത്തില് നടക്കില്ല എന്ന് എല്ലാവരും കണക്കാക്കിയതായിരുന്നു. ഇന്ന് അതെല്ലാം
ചിലത് പൂർണ്ണമായി യാഥാർത്ഥ്യമായി, ചിലത് പൂർണ്ണതയിലേക്ക് ഏതാനും മാസം കൊണ്ട് എത്താൻ പോകുന്നു. ആർക്കും നമ്മുടെ കേരളം, എൻ്റെ നാട് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇവിടെ ഒന്നും നടക്കാത്ത അവസ്ഥയായല്ലോ എന്ന് 2016 ചിന്തിച്ചതുപോലെ ചിന്തിക്കേണ്ടി വരുന്നില്ല. മാത്രമല്ല, നമ്മുടെ ഓരോ രംഗവും നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വന്നു എന്നാണ് കാണാൻ സാധിക്കുക. നമ്മുടെ വിദ്യാഭ്യാസ രംഗം 2016 1000 സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ട ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയും അതിനെ അവരിട്ട പേര് അനാദായകരമെന്നാണ്. ആ സ്കൂളുകൾ മാത്രമല്ല, ഈ 9 വർഷം കൊണ്ട് പിന്നെയും ആയിരങ്ങൾ അതിൻ്റെ കൂടെ ചേർന്ന് പൊതുവിദ്യാഭ്യാസമേ ഇല്ലാതായി പോകുമായിരുന്നു. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ ആ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ തന്നെ LDF ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു, ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഞങ്ങൾ സംരക്ഷിക്കും. ആ വാക്ക് നിറവേറ്റി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. 5000 കോടി രൂപയാണ് കേരളത്തിലെ സ്കൂളുകളിൽ ചെലവഴിച്ചത്. അതിന്റെ ഭാഗമായി വലിയ മാറ്റം. എല്ലായിടവും നല്ല സൗകര്യമുള്ള സ്കൂളുകൾ, നവീകരിക്കപ്പെട്ട സ്കൂളുകൾ, നല്ല നിലക്കുള്ള ക്ലാസ് റൂമുകൾ, 45,000 ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളായി നമ്മുടെ കേരളത്തിൽ മാറിയത്. അങ്ങനെ ഹൈടെക് സ്കൂളുകൾ, ഉന്നതമായ അക്കാദമിക് നിലവാരം. നാം ലക്ഷ്യമിടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന അക്കാദമിക് നിലവാരമുള്ള വിദ്യാഭ്യാസ രീതികളോട് കിടപിടിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മുന്നേറുക എന്നതാണ്. ഇവിടെ നല്ല രീതിയിലുള്ള മാറ്റം വന്നതിന്റെ തെളിവ് 2016 5 ലക്ഷം കുട്ടികളായിരുന്നു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയിരുന്നത്. ആ 5 ലക്ഷം കൊഴിഞ്ഞു പോയതിന് പകരം നാം കണ്ടു 10 ലക്ഷത്തിൽ പരം കുട്ടികൾ പുതുതായി ഈ സ്കൂളുകളിൽ വന്നു ചേരുന്നത്. ഇതാണ് മാറ്റം. നമ്മുടെ നാട്ടിലുണ്ടായ, നമ്മുടെ കൺമുന്നിലുള്ള ഓരോ പ്രദേശത്തെയും മാറ്റം. ഇത് LDF ആയിരുന്നില്ല എങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നോ? UDF ആയിരുന്നുവെങ്കിൽ ഇതാണോ ഉണ്ടാവുക? പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമാണോ ഉണ്ടാവുക? പൊതുവിദ്യാഭ്യാസ മേഖല തകർന്നു പോയിട്ടുണ്ടാവില്ലേ? എന്താണ് ഇതിന്റെ പ്രത്യേകത? പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അനേകം സാധാരണക്കാർക്ക് തങ്ങളുടെ കുട്ടികളെ ഉയർന്ന നിലവാരത്തോടെ പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം. അത് തകർന്നു പോയാൽ ആ പഠനം ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടായി മാറും. തുടർന്ന് പഠിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അതിനാണ് പൊതുവിദ്യാഭ്യാസ മേഖല ശക്തമാകേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ നല്ലൊരു ഭാഗത്തിന് പഠിച്ചുയരാൻ, അതിന്റെ ഭാഗമായി കൂടുതൽ പുരോഗതിയിലേക്ക് നീങ്ങാൻ ഇത് സഹായിക്കുന്നതെന്താണ് നാം കാണേണ്ടത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യരംഗവും. ഏത് നിലയിലും നമ്മുടെ നാടിന്റെ ആരോഗ്യ മേഖല രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന തലത്തിലേക്കാണ് ഉയർന്നിട്ടുള്ളത്. കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിലടക്കം നമ്മുടെ ആരോഗ്യ മേഖല കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീണില്ല. ആ ഘട്ടത്തിലും എല്ലായിടങ്ങളിലും നാം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള
ഹോസ്പിറ്റൽ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുകൾ ഉണ്ടായിരുന്നു. ഇത് ലോകം ആശ്ചര്യത്തോടെയാണ് നോക്കിക്കണ്ടത്. എങ്ങനെയാണ് കേരളത്തിന് ഇത് സാധിച്ചത് എന്ന്. സാധിച്ചത് എങ്ങനെയാണ്? നമ്മുടെ കേരളം ഈ കാര്യത്തിൽ ആർദ്രം മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ നന്നാക്കുന്നതിനുള്ള, നവീകരിക്കുന്നതിനുള്ള ശ്രമമാണ് അതിന്റെ ഭാഗമായി നടത്തിയത്. നല്ല മാറ്റം കേരളത്തിന്റെ ആരോഗ്യരംഗത്തിനാകെയുണ്ടായി. ഇതാണ് നമ്മുടെ അനുഭവം. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നാം എല്ലാം വലിയ തോതിൽ താല്പര്യപ്പെടുന്നവരാണല്ലോ. ഉന്നത വിദ്യാഭ്യാസ രംഗം നമ്മുടെ കേരളത്തില് 2016 ഞങ്ങള് ആദ്യ മന്ത്രിസഭ ചേർന്ന് ആലോചിക്കുന്ന ഘട്ടത്തിലൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. പൊതുവെ കേരളത്തിൽ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടതാണ് എന്ന് പറയും. പക്ഷേ രാജ്യത്തെ ആദ്യത്തെ 100 സ്ഥാപനങ്ങൾ എടുത്താൽ കേരളത്തിന്റെ പേര് അവിടെ കാണില്ല. ഇതായിരുന്നു അവസ്ഥ. ഏതായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. 2016 ഗവൺമെന്റ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലക്കാണ് ഊന്നൽ നൽകിയത്. കാരണം അതായിരുന്നു തകർന്നു പോകുന്നത്. അവിടുന്ന് അതിനെ കരകയറ്റമായിരുന്നു. എന്നാൽ അപ്പൊ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു. യഥാർത്ഥത്തിൽ 2021 തുടർഭരണം LDF സമ്മാനിച്ചപ്പോ ആ തുടർഭരണത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ നവീകരിക്കും, ശക്തിപ്പെടുത്തും, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റും എന്നെല്ലാം സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തായി? അതാണ് നാം ആലോചിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു 100-ൽ എവിടെയും നമ്മൾ ഉണ്ടായിരുന്നില്ല എന്ന്. ഇന്ത്യയിലെ പൊതു യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ ആദ്യത്തെ 12-ൽ 3 കേരളത്തിൻ്റെതാണ്. കേരള 9-ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി 10-ാം സ്ഥാനത്ത്, ഗാന്ധി യൂണിവേഴ്സിറ്റി 11-ാം സ്ഥാനത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43-ാം സ്ഥാനത്തുണ്ട്. ഇതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം. രാജ്യത്തെ ആദ്യത്തെ 100 കോളേജുകൾ എടുത്താൽ ആ 100-ൽ 16 ഈ കേരളത്തിൽ നിന്നുള്ളവയാണ്. മാറുകയാണ്. വലിയ തോതിലുള്ള മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഏതുവരെയും പഠിച്ചുയരാനുള്ള സൗകര്യം കേരളത്തിൽ ഒരുക്കുന്നു. ആധുനിക കോഴ്സുകൾ വേണമെന്നവർ ആഗ്രഹിക്കുന്നു. ആ കോഴ്സുകൾ നല്ല രീതിയിൽ നാം ഇവിടെ ഒരുക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വിദേശത്ത് നിന്നുള്ള വിദ്യാർത്ഥികള് അവർ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നു. ആ പഠിക്കാൻ വരുന്നവരുടെ എണ്ണം വലിയ തോതിൽ കൂടുന്നു എന്ന പ്രതിഭാസവും നാം കാണേണ്ടതായിട്ടുണ്ട്. വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. ഇങ്ങനെ എല്ലാ രംഗത്തും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. വ്യാവസായിക രംഗം സമാനതകളില്ലാത്ത കുതിപ്പാനുണ്ടായത്. എങ്ങനെയാണ് ആ കുതിപ്പിലേക്ക് എത്തിയത്? കേരളത്തിന്റെ വ്യവസായ രംഗത്തെക്കുറിച്ച് പ്രത്യേകമായി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2016 മുൻപ് നമ്മുടെ കേരളത്തില് വ്യവസായ സൗഹൃദ അന്തരീക്ഷം എന്നത് നമ്മുടെ സംസ്ഥാനത്തിന് അങ്ങനെ ചേർന്ന ഒന്നല്ല എന്ന പൊതുധാരണയാണ് ഉണ്ടായിരുന്നത്. വളരെ പുറകിലായിരുന്നു നമ്മൾ. ഇന്ത്യ രാജ്യം കണക്ക് തയ്യാറാക്കുമ്പോൾ നിക്ഷേപ സൗഹൃദ നിലപാടുകളിൽ നമ്മുടെ കേരളം വളരെ പുറകിൽ.
ഇത് കാലാകാലമായുള്ളതാണ്. അവിടെ കടന്നോട്ടെ എന്നല്ല LDF സർക്കാർ നിശ്ചയിച്ചത്. എങ്ങനെ മാറ്റാം, എങ്ങനെ നമ്മുടെ നാടിനെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാം, എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് പുതിയ വ്യവസായങ്ങൾ, അതും വലിയ വ്യവസായങ്ങൾ, നമ്മുടെ നാടിന്റെ പരിസ്ഥിതി കിണങ്ങും വിധമുള്ള പുതിയ വ്യവസായങ്ങൾ, ബഹുരാഷ്ട്ര കമ്പനികൾ അടക്കം എങ്ങനെ കേരളത്തിലേക്ക് വരാൻ ഇടയാകും, ഇതാണ് ആലോചിച്ചത്. അതിനാണല്ലോ ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ആ കാര്യങ്ങളിലേക്കാണ് ആലോചന നീക്കിയത്. അതിന്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു ചേർത്തു. അങ്ങനെ വിളിച്ചു ചേർത്തപ്പോ അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു. അതിൽ വ്യവസായികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ടെക്നോക്രാറ്റുകളുണ്ട്. എന്തിനധികം പറയുന്നു, വ്യവസായങ്ങളുടെ ഓഡിറ്റ് നടത്തുന്ന അക്കൗണ്ടന്മാർ, ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ അടക്കം വിളിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. എല്ലാവരുമായും ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ അവർ സമർപ്പിച്ചു. ആ നിർദ്ദേശങ്ങളിലൂടെ ഗവൺമെന്റ് ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. നിയമങ്ങൾ ഭേദഗതി ചെയ്യണം, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണം, എല്ലാം ചെയ്തു. ബാക്കി നമ്മുടെ മാനസിക ഘടന, ആ മാനസിക ഘടനയിലും മാറ്റം വരണമായിരുന്നു. അതിനുള്ള ബോധവൽക്കരണ നടപടികളിലേക്ക് നീങ്ങി. ഇതിന്റെ എല്ലാം ആത്യന്തിക ഫലമായാണ് ഇന്ത്യ രാജ്യത്ത് നിക്ഷേപ സൗഹൃദ കാര്യങ്ങളിൽ നമ്പർ 1 കേരളം എന്ന നില ആർജിച്ചത്. എത്ര വലിയ മുന്നേറ്റമാണ് അതിന്റെ ഭാഗമായി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഓരോ രംഗത്തും കാണാം. കാർഷിക രംഗം കേരളത്തില് വളരെ പുറകിലായിരുന്നു. 2016 കാർഷിക വളർച്ചാ നിരക്ക് നോക്കിയാൽ അതിന്റെ ഇരട്ടിയിലധികം ഇപ്പോ LDF സർക്കാരിന്റെ കാലത്ത് കാർഷിക രംഗത്ത് വളർച്ചാ നിരക്ക് നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കാർഷിക രംഗത്ത് പലതരത്തിലുള്ള ഇടപെടലുകൾ, അതിന്റെ ഭാഗമായി പച്ചക്കറിക്കും മറ്റും താങ്ങുവില പ്രഖ്യാപിക്കുന്ന അവസ്ഥ, രാജ്യത്ത് അത്തരമൊരു നിലപാട് സ്വീകരിച്ച് ആദ്യ സംസ്ഥാനം കേരളം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം, കാർഷിക ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് സംഭരിക്കാനും അത് സൂക്ഷിക്കാനുമെല്ലാം ശീതീകരണ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നീക്കങ്ങൾ, വലിയ തോതിൽ മാർക്കറ്റ് കണ്ടെത്താനുള്ള ശ്രമം, ഇതിന്റെ എല്ലാം ഭാഗമായി കാർഷിക രംഗത്ത് പുതിയ ഉണർവ് വന്നിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ നാടിന്റെ അനുഭവത്തിൽ ഉള്ള കാര്യമാണല്ലോ. ഇങ്ങനെ വികസന രംഗമെടുത്താൽ ഓരോ രംഗവും സമാനതകളില്ലാത്ത രീതിയിൽ നാം മുന്നോട്ട് പോയിട്ടുണ്ട്. ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യമെടുത്താൽ വളരെ വിചിത്രമായിട്ടുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ പെൻഷൻ 1980 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളികൾക്ക് 45 രൂപ പ്രതിമാസം നൽകാൻ നിശ്ചയിച്ചത്. അന്ന് അതിന് എതിർത്തവരുണ്ട്. ആ എതിർത്തവരുടെ കൂട്ടത്തിൽ ഒരു പേര് അന്തരിച്ചു പോയ ആദരണീയനായ കരുണാകരനാണ്. കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നു. എന്നാൽ ആ ഗവൺമെന്റിന് ശേഷം 5 വർഷക്കാലം UDF ഗവൺമെന്റ് ഉണ്ടായി, 87 വരെ. ഈ പെൻഷൻ കാര്യത്തിൽ ഒരു മാറ്റവും വന്നില്ല. പിന്നെ 87 വീണ്ടും LDF സർക്കാർ വരുന്നത്. അപ്പോ 60 രൂപയാക്കി. അന്ന് നേരത്തെയുള്ള 45 60 വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ 91 മുതൽ 96 വരെ UDF സർക്കാർ അധികാരത്തിലുണ്ടായി. UDF സർക്കാർ ആ കാര്യത്തിൽ ഒന്നും ചെയ്തില്ല. അതേ 60 രൂപ തുറന്നു വന്നു. 1996 ഇത് 120 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. 96 LDF സർക്കാരാണ് അധികാരത്തിൽ. ആ സർക്കാർ
120 രൂപയാക്കി വർദ്ധിപ്പിച്ചതിന് ശേഷം 2001 മുതൽ 2006 വരെ അധികാരത്തിലുണ്ടായ UDF സർക്കാർ ആ കാലത്ത് ഒരു മാറ്റവും വരുത്തിയില്ല. എന്താ ചെയ്തതെന്നറിയോ? അന്ന് കൊടുക്കേണ്ടത് 120 രൂപയാണ്. 28 മാസമായിരുന്നു കുടിശ്ശിക. UDF ഗവൺമെന്റ് 2006 അംഗീകരിച്ച 120 രൂപ പെൻഷൻ 2011 ശേഷം 2001 മുതൽ 2006 വരെ UDF ഗവൺമെന്റ് ഉള്ളപ്പോ 28 മാസത്തെ കുടിശ്ശികയാക്കി കളഞ്ഞു. 28 മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 2.25 കൊല്ലത്തിലധികമായല്ലോ. ഇതാണ് അവസ്ഥ. എന്നാൽ 2006 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റ് ആ പെൻഷൻ 120 രൂപയിൽ നിന്ന് 500 രൂപയാക്കി ഉയർത്തി. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. LDF ആണ് എല്ലാ ഘട്ടത്തിലും ഈ പെൻഷൻ ഉയർത്തുന്നത്. ഒരു ഘട്ടത്തിലും പെൻഷനോട് അനുകൂല മനോഭാവമല്ല കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. അതിനെ ആക്ഷേപിക്കുന്ന നില പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ 2006 മുതൽ 2011 വരെ കഴിഞ്ഞ് 2011 UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോ നേരത്തെയുള്ള സമീപനത്തിൽ നിന്ന് ഒരു ചെറിയ മാറ്റം അവർ വരുത്തി. അത് അപ്പൊ കൊടുക്കുന്ന 500 രൂപ പെൻഷൻ 100 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അത് കടലാസിലാണ്. 600 രൂപ പെൻഷൻ എന്ന് തീരുമാനം വന്നു. ആർക്കും കിട്ടിയില്ല. 2016 LDF അധികാരത്തിൽ വന്ന് ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ആ പെൻഷന്റെ കാര്യം പരിശോധിച്ചപ്പോ 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ 2016 സർക്കാർ തീരുമാനിച്ചു. അപ്പോ 2011 മുതൽ 16 വരെയുള്ള കാലത്ത് 500 രൂപ പെൻഷൻ കൊടുക്കേണ്ടത് പിന്നീട് അവർ പ്രഖ്യാപിച്ച 600 കണക്കൂട്ടിയാലും 18 മാസത്തെ കുടിശ്ശിക അന്നുണ്ടായി. ഇവിടെ 2006 നമ്മുടെ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോ അതിനു മുൻപുള്ള 2001-2006 കാലത്ത് UDF സർക്കാർ ഈ പെൻഷൻ കുടിശ്ശികയാക്കി വെച്ചിരുന്നത് 28 മാസമായിരുന്നു. 120 രൂപയാണെന്ന് കൊടുക്കേണ്ടത്. അതാണ് 28 മാസം കുടിശ്ശികയാക്കി വെച്ചത്. അപ്പൊ LDF വന്നിട്ടാണ് ഈ എല്ലാ കുടിശ്ശികയും എല്ലാ കാലത്തും തീർക്കുന്നത്. ഇപ്പോ 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ കുടിശ്ശിക തീർക്കുക മാത്രമല്ല, അത് തീർത്തു കഴിഞ്ഞതിന് ശേഷം അതിൽ വർധനവുണ്ടായി. ആ വർധനവ് എവിടം വരെ? 1600. എത്ര പേർക്ക്? 60 ലക്ഷം പേർക്ക്. നമ്മുടെ കേരളത്തില് 60 ലക്ഷം പേർക്ക് 1600 രൂപ വീതം പെൻഷൻ നൽകുകയാണ്. ആ പെൻഷൻ തടയുന്നതിനുള്ള നടപടികൾ പലയിടത്തും സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയാണ് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ തയ്യാറാക്കിയ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പയായി കണക്കുകൂട്ടുമെന്ന പ്രഖ്യാപനം. അതിന്റെ ഫലമായി ആ കമ്പനിക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നു. ഏതായാലും പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇടയ്ക്കൊരു പ്രയാസം വന്നു ഇതിന്റെ ഭാഗമായി. എന്നാൽ ആ പെൻഷൻ കൃത്യമായി കൊടുത്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും കൊടുക്കുന്ന നില തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്.
ഇവിടെ ഈ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം പറയുന്ന നിലയാണുണ്ടായിട്ട്. എന്താണ് അവരുടെ മനോഭാവം എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അവരെല്ലാ കാലത്തും പാവങ്ങൾക്കെതിരാണ്, പാവപ്പെട്ടവർക്കെതിരാണ്. അതാണ് ഈ പ്രസ്താവനയിലൂടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട് ധാരാളം പാവപ്പെട്ടവരുടെ നാടാണ്. പെൻഷൻ അതിന്റെ ഭാഗമായി വന്ന കാര്യമാണ്. ഇതാണ് മനോഭാവത്തിന്റെ പ്രശ്നം. ഇപ്പോ കേരളത്തിലെ വീടൊരു സ്വപ്നമായി കൊണ്ട് നടന്ന് അതോടെ മണ്ണടിഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. അത്തരം പാവങ്ങൾക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമായി കൊടുക്കാനാണ് ലൈഫ് മിഷൻ എന്ന രീതിയിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പാവങ്ങൾക്ക് വീട് 5 ലക്ഷം വീട് എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. ഇപ്പൊ എന്തായി? 4.5 ലക്ഷത്തിലധികം വീട് പൂർത്തിയായി അവിടെ ആളുകൾ താമസിക്കുകയാണ്. ബാക്കിയുള്ള വീടുകൾ ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തിയാകാൻ പോകും. ഇതാണ് നമ്മുടെ നാട്. ഓർമ്മയില്ലേ 2021 തെരഞ്ഞെടുപ്പിലെ ഒരു പ്രഖ്യാപനം, ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയ പ്രഖ്യാപനം? ഞങ്ങൾ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും. വരണ്ട ജനങ്ങൾ തീരുമാനിച്ചു, അത് വേറെ കാര്യം. ഏതായാലും നമ്മുടെ നാടിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം എന്നതാണ് ജനങ്ങൾ കാണുന്നത്. ഇവിടെ ലൈഫ് മിഷനിലൂടെ വീടുകൾ ലഭിച്ചത്, അത് നൽകാതിരിക്കുക, അത് തടസ്സപ്പെടുത്തുക, അതിന്റെ മേലെ കേസുകൾ കൊണ്ടുവരിക, എന്നിട്ട് അത്രയും തടഞ്ഞല്ലോ എന്ന സംതൃപ്തിയോടെ കോൺഗ്രസ് നേതാക്കന്മാർ നീങ്ങുക. ഒരു MLA അടക്കം കേസ് കൊടുത്ത് നിർമ്മാണം തടസ്സപ്പെടുത്തിയ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇതാണ് UDFന്റെ നേരെ. നമ്മുടെ കേരളത്തില് ഭൂമിയുടെ അവകാശം ആഗ്രഹിക്കുന്ന 10,000-ങ്ങളുണ്ട്. LDF ആ വികാരം ശരിയായ രീതിയിലാണ് ഉൾക്കൊണ്ടത്. അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ 9 വർഷം 4 ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ നിർത്തുന്നില്ല. ഈ ഒരു വർഷം 1 ലക്ഷം പട്ടയം കൂടി നൽകാനുള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് നീങ്ങുകയാണ്. ഇങ്ങനെ എല്ലാ തലങ്ങളിലും മാറ്റം വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തരത്തിൽ നമുക്ക് മാറാൻ കഴിഞ്ഞത്? എന്താണ് അതിനുള്ള ബലമായി നിന്ന കാര്യം? അവിടെയാണ് നാം കാണേണ്ടത്. നമ്മെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി, വലിയ തോതിൽ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമുണ്ടായി, സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടു. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായി. ഒരു ഭാഗത്ത് നമ്മുടെ 2016 സർക്കാർ ഇവിടെ കൊണ്ടുവന്ന കിഫ്ബി ആ നിയമം മാറ്റിക്കൊണ്ട് പുതിയ രീതിയിൽ രംഗത്ത് വന്നു. ആ കിഫ്ബിയുടെ നേതൃത്വത്തിൽ 90,000 കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികളാണ് നാട്ടിൽ നടപ്പായിട്ടുള്ളത് ഈ 9 വർഷം കൊണ്ട്. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാമെന്താണ് തരാം. സ്കൂളായിട്ട്, ആശുപത്രിയായിട്ട്, റോഡായിട്ട്, പാലമായിട്ട്, ഫ്ലൈ ഓവറായിട്ട്, ഓവർ ബ്രിഡ്ജുകളായിട്ട്, ഇങ്ങനെ പല രൂപത്തിൽ
പല പദ്ധതികളുടേതായ രൂപത്തിലുള്ള കാര്യങ്ങൾ. നാഷണൽ ഹൈവേക്ക് 6000 കോടി രൂപ കൊടുക്കേണ്ടി വന്നപ്പോ അതും കൊടുത്തത് കിഫ്ബിയിലൂടെയാണ്. വിവിധ പദ്ധതികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതോടൊപ്പം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ തനത് വരുമാനം നല്ല നിലക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ നാട് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ ഒരു ചിത്രമാണത്. ആ ചിത്രവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2016 നിന്ന് നാം പുറകോട്ട് പോവുകയല്ല. 2016 68% നമ്മുടെ തനത് വരുമാനം. എന്നാൽ 23-24 ആയപ്പോ അത് 73%. നല്ല വർധനവ് ഈ കാര്യത്തിൽ ഉണ്ടായി എന്നാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ തനത് വരുമാനത്തിന്റെ കണക്കെടുത്താൽ 3 വർഷം മുൻപ് 47,000 കോടി രൂപയായിരുന്നു. എന്നാൽ 47,000 കോടിയിൽ നിന്ന് 81,000 കോടി രൂപയായി തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. നല്ല വർധനവ് പൊതുവെ ഉണ്ടായി. ഇത് നികുതി വരുമാനം. എല്ലാം കൂട്ടിയാൽ തനത് വരുമാനം എടുത്താൽ 55,000 കോടിയിൽ നിന്ന് 1,04,000 കോടിയായി വർദ്ധിച്ചു എന്നാണ് കാണാൻ സാധിക്കുക. നമ്മുടെ നാട് ഒരു നാടെന്ന നിലക്ക് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാനാകുന്നു എന്താണ് ഇതിലൂടെ കാണുന്നത്. ഇതിന്റെ ഒരു പ്രധാന ഭാഗമായി കാണേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാടിന്റെ കടത്തെ പറ്റി ചിലർ വല്ലാതെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പൊതുകടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അന്തരം അത് വർദ്ധിക്കുകയല്ല. നേരത്തെ അത് 36% ഇപ്പോഴത് 34 കുറഞ്ഞു. ഇനിയും കുറയും. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്നത് നാം കാണുന്നു. കേരളത്തിൽ ചെലവിടുന്ന അരിയെടുത്താൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തുള്ള ചെലവിന്റെ 70% വഹിക്കേണ്ടി വന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. യഥാർത്ഥത്തിൽ ബാക്കി 30% കേന്ദ്ര ഗവൺമെന്റ് വരുന്നുണ്ട്. പല സംസ്ഥാനങ്ങളുടെയും കാര്യത്തിൽ ഇതല്ല അനുപാതം. അടുത്ത വർഷം, ഈ സാമ്പത്തിക വർഷം, അത് 75% ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോ നമുക്കിതിനെയെല്ലാം ഈ രീതിയിൽ നേരിടാൻ കഴിയുന്നത് നമ്മുടെ നാട് വികസിക്കുന്നു. ആ വികസനത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കുന്നത്. ആഭ്യന്തര ഉൽപാദനം നേരത്തെ 5,60,000 കോടി രൂപയായിരുന്നു. ഇപ്പോ 2016 കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം 5,60,000 കോടി. ഇപ്പോഴെത്രയായി എന്നറിയോ? 13,11,000 കോടി രൂപയായി അത് വർദ്ധിച്ചിരിക്കുന്നു. ഇതാണ് കേരളത്തിന്റെ മികവിന് കാരണം. നല്ല ഉൽപാദന ശേഷി ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ റിസർവ് ബാങ്കാണല്ലോ ഇത്തരം ആധികാരിക കണക്കുകളൊക്കെ പുറത്തുവിടുന്നത്. അവരുടെ കണക്കനുസരിച്ച് 2016 നമ്മുടെ പ്രതിശീർഷ വരുമാനം 1,48,000 രൂപയായിരുന്നു. ഇപ്പോഴോ 2,28,000 രൂപയായി. അപ്പൊ നമ്മുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുന്നു, ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചിരിക്കുന്നു, നമ്മുടെ നികുതി വരുമാനം വർദ്ധിച്ചിരിക്കുന്നു, നമ്മുടെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. നമ്മെ സാമ്പത്തികമായി ഞെരുക്കാനും ശ്വാസം മുട്ടിക്കാനുമുള്ള നടപടികളില്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഇതാണ് നാം കാണേണ്ടത്. ഇതേ രീതിയിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് LDF ആഗ്രഹിക്കുന്നത്. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പൂർണ്ണമായി സഹകരിച്ച മണ്ഡലമാണ് നിലമ്പൂര്. 2016 2021 നിങ്ങൾ LDFന്റെ ഭാഗമായാണ് നിലമ്പൂർ മണ്ഡലം അണിനിരന്നത്. ഈ ഘട്ടത്തിലും ഈ വളർച്ചയോടൊപ്പം നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് ഞങ്ങളിവിടെ സഖാവ് M. സ്വരാജിനെ
സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും സ്വീകാര്യനായ, നിർമ്മലനായ ഒരു വ്യക്തിയെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ സ്വീകാര്യത ഓരോ ദിനം കഴിയും തോറും വർദ്ധിച്ചു വരുന്നതാണ് ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അനുഭവത്തിലൂടെ വ്യക്തമാകുന്നത്. ഞങ്ങൾ നിലമ്പൂരിന്റെ പ്രതിനിധിയായി സ്വരാജ് തിരുവനന്തപുരത്തേക്ക് വരുന്നതിനെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ അദ്ദേഹത്തിന് അരിവാച്ചിട്ടുക നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.